ഇറ്റാലിയൻ സ്വീറ്റായ ടൊറോനെ അഥവാ നൗഗട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് മുട്ടയുടെ വെള്ളയും തേനും പഞ്ചസാരയും പിന്നെ കുറേ നട്ട്സും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളിത് ഷോപ്പിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. മിക്ക ഷോപ്പുകളിലും കാണാറുണ്ട് ഇത്. ഗൾഫിലൊക്കെ ആണെങ്കിലും മിക്ക സ്ഥലങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഇതുപോലെ ബട്ടർ പേപ്പർ വിരിച്ച് റെഡിയാക്കി വെക്കാം. ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ചെറിയ പാത്രം എടുത്തത്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്, അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് തേനും കൂടി എടുത്തിട്ടുണ്ട്. ചെറുതേനല്ല, സാധാരണ തേനാണ്. ചെറുതേന് കട്ടി ഉണ്ടാവില്ല, അപ്പോൾ അതെടുത്താൽ ശരിയാവില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേറെയും എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാവൂ, 1-2 നുള്ളു മാത്രം. വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വരെ ബദാം എടുത്തിട്ടുണ്ട്. ബദാം പകുതിയായിട്ട് കട്ട് ചെയ്തതാണ്, റോസ്റ്റഡ് ബദാമാണ്. അതുപോലെ 1/4 കപ്പ് പിസ്തയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. 2 സോസ് പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഒന്നിലും തേൻ മറ്റേതിലും കൂടി ചേർക്കാം. ഇനി ഇത് രണ്ടും നമുക്ക് അടുപ്പത്തേക്ക് മാറ്റണം. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് ചൂടാക്കിയെടുക്കാം. പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ തേനും പഞ്ചസാരയും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തിളപ്പിക്കണം. അതുപോലെ തേനൊന്ന് നന്നായിട്ട് തിളച്ച് വരികയും വേണം. ഈ സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മൂന്നും ഒരേ സമയം ചെയ്യണം. ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു നുള്ളു ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ടൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് നല്ല കട്ടിയായി വരണം, അത്ര വരെ ബീറ്റ് ചെയ്യണം. പഞ്ചസാരയും തേനും നന്നായിട്ട് ചൂടാകുന്ന സമയം തന്നെ ഇതിങ്ങനെ ചെയ്യണം. മുട്ടയുടെ വെള്ള നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച പഞ്ചസാരയും തേനും ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല കട്ടിയാവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല കട്ടിയായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്ന തേൻ എടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിലും ഒരു ബ്രൗൺ കളർ ആവണം. പഞ്ചസാര ഇപ്പോൾ എടുക്കണ്ട. ഇപ്പോൾ തേൻ എടുത്തിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ചായിട്ട് ചേർക്കാം. അതേസമയം തന്നെ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിർത്താതെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് വേണം ഈ ചൂടോട് കൂടിയിട്ടുള്ള തേൻ ചേർക്കാൻ, അല്ലെങ്കിൽ തേൻ അവിടെയായിട്ട് കട്ട പിടിച്ചു പോകും. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന തേൻ തന്നെ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർക്കാം. അപ്പോൾ വെള്ളം ഒന്നുകൂടി നല്ല കട്ടിയായിട്ട് കിട്ടും. തേൻ മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ നിർത്താതെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തിക്കായിട്ട് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, തേൻ ചേർത്തതിന് ശേഷം മുട്ടയുടെ വെള്ളം ഒന്നുകൂടി നല്ല തിക്കായി മാറിയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കണം. പഞ്ചസാര ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതും തിളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർക്കാം. പഞ്ചസാരയും ചേർക്കുന്ന സമയത്ത് തന്നെ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങുക. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചായിട്ട് ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. നല്ല തിളക്കുന്ന പഞ്ചസാര തന്നെ ചേർക്കുക. അപ്പോൾ ഒന്നുകൂടി മുട്ടയുടെ വെള്ളം നല്ല കട്ടിയായിട്ട് വരും. നമുക്കിത് ബീറ്റ് ചെയ്യാൻ പോലും വല്ലാത്ത ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നും, അത്രയ്ക്ക് കട്ടിയായി മാറിയിട്ടുണ്ടാവും. ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക.
പഞ്ചസാര മെൽറ്റ് ചെയ്തതും മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇതും ഒരു 5 മിനിറ്റ് ഇതുപോലെ ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിപ്പോൾ നല്ല കട്ടിയായി മാറിയിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നല്ല ബുദ്ധിമുട്ടുണ്ട് ബീറ്റ് ചെയ്യാൻ, അത്രയും കട്ടിയായിട്ടാണ് ഇതുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ തൊലി ചുരണ്ടിയത് ചേർക്കാം. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ്. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബദാമും പിസ്തയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബീറ്റർ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ ബട്ടർ പേപ്പർ വിരിച്ച് റെഡിയാക്കിയ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം. വല്ലാതെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് ഇത് ഉണ്ടാവുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാൻ. മുഴുവനും ഇതിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ടൊന്നും നമുക്കിത് ചെയ്യാൻ കഴിയില്ല, വല്ലാതെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ഷേപ്പാക്കി മാറ്റാം. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നുകൂടി മുകൾ ഭാഗം നല്ല സ്മൂത്താക്കി എടുക്കാം. ഇനി നമുക്കിത് 4 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി കിട്ടില്ല. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ്, ഒട്ടും നന്നാവില്ല. അതുകൊണ്ട് പുറത്ത് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 4 മണിക്കൂറെങ്കിലും കുറഞ്ഞതിന് ആവശ്യമുണ്ടാവും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് മാറ്റി കൊടുക്കാം. പതുക്കെ വലിച്ചെടുത്ത് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ 4 വശത്തു നിന്നും ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് തന്നെ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ബട്ടർ പേപ്പർ മുഴുവൻ ഇതുപോലെ പറിച്ച് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ടൊറോനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ഭംഗിയുള്ള ടൊറോന ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നട്ട്സൊക്കെ ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും ഭംഗിയാണ് കാണാൻ. നല്ല വെള്ള കളറിൽ സ്വീറ്റിൻ്റെ ഇടയിൽ ഗ്രീൻ കളറിലുള്ള പിസ്തയും അതുപോലെ ബദാമും ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊന്ന് കഴിച്ചു നോക്കാമെന്ന് തോന്നും. ഷോപ്പിലൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ തന്നെ നമ്മളിത് അറിയാതെ വാങ്ങിപ്പോകും, അത്രയും ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തും അടിഭാഗത്തുമൊക്കെ വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഉണ്ടാവും. അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പഞ്ചസാര പൊടിച്ചത് വിതറിയാൽ മതി. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല, കാരണം ഇത് ഇപ്പോൾ തന്നെ വളരെ മധുരത്തോടു കൂടിയാണ് ഉള്ളത്. ഇനിയും പഞ്ചസാര ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ പൊടിച്ച പഞ്ചസാര ഇതിൻ്റെ എല്ലാ ഭാഗത്തും വിതറി കൊടുത്താൽ മതി, ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്കിത് വളരെ ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്